അപ്പൊ കാലത്തിന് നമുക്ക് ഒരു ബൗളിനകത്ത് കുറച്ച് ചോക്കോസിന് പാലിട്ട് കഴിക്കാം. പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ ഷുഗർ ക്രേവിങ്സ് കൂടുതലായതുകൊണ്ട് ഇടയ്ക്ക് ഞാനൊരു കപ്പലണ്ടി മിഠായി വാങ്ങിച്ച് കഴിക്കാൻ വെച്ചു. കപ്പലണ്ടി മിഠായി പൊട്ടിച്ചപ്പോഴത്തേക്ക് ഒരു കൊറിയർ വന്നു. അങ്ങനെ അത് പൊട്ടിക്കുന്നു കഴിക്കുന്നു, പൊട്ടിക്കുന്നു കഴിക്കുന്നു. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങോട്ട് പോയി. ഉച്ചയ്ക്ക് നമ്മൾ ആസ്യൂഷ്വൽ ചോറാണ്. എനിക്കാണെങ്കിൽ വേറൊന്നും കഴിക്കാൻ തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ചോറും അവിയലും പുളിശ്ശേരി മാത്രമേ കഴിച്ചുള്ളൂ. അതിന്റെ ഒരു ജവാബ് പോകാനായിട്ട് ഒരു മാങ്ങ കഴിച്ചു. നല്ല മാങ്ങയായിരുന്നു കൈസ്, നാരങ്ങ മാങ്ങയായിരുന്നു. അതിന്റെ ഒരു ജവാബ് പോകാനായിട്ട് 2 പഴം കൂടി നമുക്ക് കുറിച്ച് കഴിക്കാം. അപ്പോഴാണ് എന്റെ മോൻ സ്കൂൾ വിട്ട് വന്ന ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നത്. അത് നടിച്ചു മാറ്റി 2 സ്പൂൺ കുടിക്കാം. ഒരു വഴിക്കിറങ്ങിയില്ലേ എന്ന് വിചാരിച്ച ഒരു ഗ്ലാസ് ബദാം മിൽക്ക് കൂടി വാങ്ങിച്ചു കുടിച്ചു. നട്ടുച്ചയ്ക്ക് ചൂട് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് കെട്ടിയോ വിളിച്ചുകൊണ്ട് പോയി. ഒരു ഉള്ളിവടയും പരിപ്പുവടയും അതുപോലെ ഒരു കോഫിയും കുടിച്ചു. നട്ടുച്ചയ്ക്ക് എന്നെ ബീച്ച് കാണാൻ പോകണമെന്ന് പറഞ്ഞ് 2 പുളിമുട്ടായും കഴിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചാമ്പയ്ക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്നെ ഒരു കടയിലോട്ട് കൊണ്ടുപോയി. ചാമ്പയ്ക്ക് കിട്ടിയില്ല, പകരം അരിനെല്ലിക്ക വാങ്ങിച്ചു. കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് 1 കിലോ റംബൂട്ടാൻ 2 കിലോ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇരിക്കുന്നു ചാമ്പയ്ക്ക. അങ്ങനെ അത് വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. ഞാൻ കഴിക്കാറുന്ന വീട്ടുകാർക്ക് വിഷമാവുമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന ഒരു മുളക് ബജി ഞാൻ നല്ലത് നോക്കിയെടുത്ത് കഴിച്ചു ഗൈസ്. പീരിയഡ്സ് ആകുമ്പോൾ പ്രാന്താവുന്നതാണോ അതോ വിശപ്പ് കൊണ്ട് പ്രാന്തായതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന റംബൂത്താൻ കെട്ടിയ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തിന് ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. റംബൂത്താൻ കഴിച്ചുകൊണ്ടിരുന്ന തീരുന്നറിയാത്തതുകൊണ്ട് പൊട്ടിക്കുന്ന റംബൂത്താന്റെ സെൻസസ് എടുക്കാനായിട്ട് ഓരോ തോടും ഞാൻ മാറ്റി ഇട്ടു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ കെട്ടിയ എനിക്കായിട്ട് ഷേക്ക് അടിക്കാനായിട്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ അടിച്ച് മാറ്റി കഴിച്ചു ഗൈസ്. അതിപ്പോൾ ഷേക്ക് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഞാൻ തന്നെയാണല്ലോ കഴിക്കേണ്ടത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചപ്പാത്തി ആയിരുന്നു ഗൈസ് രാത്രി. ചിക്കൻ ഫ്രൈ ആവുന്നതിനിടയ്ക്ക് നമുക്കൊരു സിപ്പ പഠിച്ച് മാറ്റി കുടിക്കാം. മക്കളതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇടിയുള്ളൂ. ഫുഡ് കഴിക്കുന്ന തിരക്കിൽ രാത്രി കഴിച്ച ഫുഡ് ഞാൻ എടുക്കാൻ മറന്നു പോയി ഗൈസ്. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്റെ നല്ലതായി കെട്ടി എനിക്കൊരു ഗ്ലാസ് ഷേക്ക് അടിച്ചു. അത് രാത്രി 12 മണി എങ്ങാണ്ടായി കാണും. ഇനി കഴിക്കാൻ വയറില്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങുന്നു.